16 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ലോക ഫുട്ബോളിലെ ഏറ്റവും വലിയ വേദിയിൽ വീണ്ടും ചരിത്രമെഴുതി സ്പെയിൻ. 2026 ഫിഫ ലോകകപ്പ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ എക്സ്ട്രാ ടൈമിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചാണ് സ്പെയിൻ രണ്ടാമതും ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയത്. മത്സരത്തിന്റെ 106 മിനിറ്റിൽ ഫെറാൻ ടോറസ് നേടിയ നിർണായക ഗോൾ തന്നെയാണ് സ്പാനിഷ് ആരാധകരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത്. 2010 ദക്ഷിണാഫ്രിക്കയിൽ ആദ്യമായി ലോകകപ്പ് ഉയർത്തിയ ശേഷം 16 വർഷങ്ങൾക്ക് ശേഷമാണ് സ്പെയിൻ വീണ്ടും ലോക ഫുട്ബോളിന്റെ കൊടുമുടിയിലെത്തുന്നത്. കളിയുടെ ആദ്യ വിസിൽ മുതൽ അവസാന നിമിഷം വരെ മത്സരത്തിന്റെ നിയന്ത്രണം സ്പെയിനിന്റെ കൈകളിലായിരുന്നു. പന്ത് കൈവശം വെക്കുന്നതിൽ മാത്രമല്ല, കളിയുടെ ആവേശവും താളവും മുഴുവൻ നിയന്ത്രിക്കാൻ സ്പാനിഷ് താരങ്ങൾക്ക് സാധിച്ചു. ലോക ഫുട്ബോളിൽ നിരവധി കിരീടങ്ങൾ നേടിയ അർജന്റീനയ്ക്ക് സ്വന്തം ശൈലിയിൽ കളിക്കാൻ പോലും അവസരം ലഭിച്ചില്ല. ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിലുള്ള അർജന്റീനിയൻ നിരയ്ക്ക് ആക്രമണങ്ങൾ കെട്ടിപ്പടുക്കാൻ ആവശ്യമായ പന്ത് കൈവശം ലഭിക്കാത്ത സാഹചര്യമാണ് മുഴുവൻ മത്സരത്തിലും കണ്ടത്. ഈ വിജയത്തിന്റെ പ്രധാന കാരണം ലോകപ്രശസ്തമായ സ്പെയിന്റെ ടിക്കി ടാക്ക എന്ന പൊസിഷൻ അധിഷ്ഠിത കളിശൈലിയായിരുന്നു. ചെറുതും കൃത്യതയേറിയതുമായ ഹ്രസ്വ പാസുകളിലൂടെ പന്ത് പരമാവധി സമയം സ്വന്തം നിയന്ത്രണത്തിൽ നിലനിർത്തുന്ന ഈ തന്ത്രം വീണ്ടും ലോകത്തിനു മുന്നിൽ തന്റെ മികവ് തെളിയിച്ചു. ഓരോ താരവും നിരന്തരം സ്ഥാനമാറ്റം നടത്തി പാസിംഗ് വഴികൾ സൃഷ്ടിക്കുകയും എതിർ ടീമിന് ഇടം നൽകാതിരിക്കുകയും ചെയ്തു. ഇതിലൂടെ അർജന്റീനിയൻ താരങ്ങൾക്ക് പന്ത് തിരിച്ചുപിടിക്കാനോ ആക്രമണം സംഘടിപ്പിക്കാനോ സാധിച്ചില്ല. അപൂർവമായി പന്ത് ലഭിച്ചപ്പോഴും ശക്തമായ പ്രസിംഗിലൂടെ അത് ഉടൻ തിരിച്ചുപിടിക്കാൻ സ്പാനിഷ് താരങ്ങൾക്ക് കഴിഞ്ഞു. കളിയുടെ ഓരോ ഘട്ടത്തിലും അർജന്റീനയെ സമ്മർദ്ദത്തിലാക്കുകയും മത്സരത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും കൈവശം വയ്ക്കുകയും ചെയ്തതാണ് സ്പെയിന്റെ വിജയരഹസ്യം. ലോകകപ്പ് കിരീടം നേടിയതോടെ ട്രോഫി മാത്രമല്ല, റെക്കോർഡ് സമ്മാനത്തുകയും സ്പെയിനിന് തേടിയെത്തി. വിജയികളായ സ്പെയിന് ആകെ $52.5 മില്യൺ ലഭിക്കും. ഇന്ത്യൻ രൂപയിൽ ഇത് ഏകദേശം 504 കോടി രൂപ വരും. ഇതിൽ $50 മില്യൺ കിരീട വിജയത്തിനുള്ള പ്രകടന സമ്മാനവും $2.5 മില്യൺ ടൂർണമെന്റിനായുള്ള തയ്യാറെടുപ്പ് ധനസഹായവുമാണ് ഉൾപ്പെടുന്നത്. ലോക ഫുട്ബോളിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയിലൊന്നാണ് ഇത്തവണ ഫിഫ പ്രഖ്യാപിക്കുന്നത്. ഫൈനലിൽ പൊരുതി വീണ റണ്ണേഴ്സപ്പായ അർജന്റീനയ്ക്കും വമ്പൻ സമ്മാനത്തുകയാണ് ലഭിക്കുക. രണ്ടാം സ്ഥാനത്തെത്തിയ അർജന്റീന $33 മില്യൺ, അതായത് ഏകദേശം $316.8 കോടി രൂപ സ്വന്തമാക്കും. മൂന്നാം സ്ഥാനത്തിനായുള്ള പോരാട്ടത്തിൽ ഗോൾമഴ പെയ്യിച്ച് വിജയം നേടിയ ഇംഗ്ലണ്ടും മികച്ച സാമ്പത്തിക നേട്ടമാണ് കൈവരിച്ചത്. 6 ഗോളുകൾ പിറന്ന ആവേശകരമായ മത്സരത്തിൽ മൂന്നാം സ്ഥാനം ഉറപ്പിച്ച ഇംഗ്ലണ്ടിന് $29 മില്യൺ, അതായത് ഏകദേശം $278.4 കോടി രൂപ ലഭിക്കും. നാലാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ഫ്രാൻസിന് $27 മില്യൺ, അതായത് $259.2 കോടി രൂപയിലധികം സമ്മാനമായി ലഭിക്കും. 2026 ഫിഫ ലോകകപ്പിലെ സമ്മാനത്തുക പരിശോധിക്കാം. ആകെ സമ്മാനത്തുക $871 മില്യൺ. 2022 ഖത്തർ ലോകകപ്പിനെ അപേക്ഷിച്ച് ഏകദേശം 65% വർധന. ജേതാക്കൾ സ്പെയിൻ $50 മില്യൺ, റണ്ണേഴ്സ് അപ്പ് അർജന്റീന $33 മില്യൺ, മൂന്നാം സ്ഥാനം ഇംഗ്ലണ്ട് $29 മില്യൺ, നാലാം സ്ഥാനം ഫ്രാൻസ് $27 മില്യൺ. ക്വാർട്ടർ ഫൈനലിൽ പുറത്തായ ടീമുകൾ 5 മുതൽ 8 $19 മില്യൺ. പ്രീ ക്വാർട്ടർ വരെ എത്തിയ ടീമുകൾ 9 മുതൽ 16 $15 മില്യൺ. രണ്ടാം റൗണ്ടിൽ പുറത്തായ ടീമുകൾ 17 മുതൽ 32 $11 മില്യൺ. ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്തായ ടീമുകൾ 33 മുതൽ 48 $9 മില്യൺ. ഈ ലോകകപ്പിലൂടെ സ്പെയിൻ വീണ്ടും ലോക ഫുട്ബോളിൽ തങ്ങളുടെ ആധിപത്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരു കാലത്ത് ലോകത്തെ വിസ്മയിപ്പിച്ച ടിക്കി ടാക്ക ശൈലി ഇന്നും എത്രമാത്രം ഫലപ്രദമാണെന്ന് ഈ ഫൈനൽ ഒരിക്കൽ കൂടി തെളിയിച്ചു. കൃത്യമായ പാസിംഗ്, മികച്ച പൊസിഷൻ, സംഘടിത പ്രതിരോധം, ആക്രമണത്തിലെ മികവ് എന്നിവയുടെ സമന്വയത്തിലൂടെയാണ് സ്പെയിൻ ലോക ഫുട്ബോളിന്റെ സിംഹാസനത്തിലേക്ക് വീണ്ടും തിരിച്ചെത്തിയത്. 2010 സുവർണ നേട്ടത്തിന് ശേഷം വീണ്ടും ലോകകപ്പ് ഉയർത്തിയ ഈ വിജയം സ്പാനിഷ് ഫുട്ബോളിന്റെ ചരിത്രത്തിലെ ഏറ്റവും അഭിമാനകരമായ അധ്യായങ്ങളിലൊന്നായി എന്നും ഓർമ്മിക്കപ്പെടും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.